പ്ലീസ് 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 തൗഫീഖ്, താങ്കൾ എന്നോട് 1 മിനിറ്റ് ചോദിച്ചു. ഞാനൊരു ജനാധിപത്യ മര്യാദയിൽ വഴങ്ങി. ആ മര്യാദകൾക്കിടയിൽ താങ്കൾ നട്ടാന്നുണയ്ക്കാത്ത താങ്കൾ ഒരുപക്ഷെ സതീശനേക്കാളും ഇന്ന് പച്ചക്കള്ളങ്ങൾ പറയുന്നു. താങ്കൾ ഒരു കാര്യം പറയട്ടെ, ഞാൻ കോഴിക്കോട് ജില്ലക്കാരനാണ്, ഗോപാലൻകുട്ടി മാഷും കോഴിക്കോട് ജില്ലക്കാരനാണ്, എലത്തൂർ നിയോജക മണ്ഡലത്തിലാണ്. അദ്ദേഹം BJPയുടെ സംഘടനാ സെക്രട്ടറി അല്ല. താങ്കൾ ആദ്യം മനസ്സിലാക്കുക. അദ്ദേഹം BJPയുടെ ചുമതലക്കാരനല്ല. BJPയിൽ അദ്ദേഹം സംഘടനാ സെക്രട്ടറി ഒരു പരാതിയില്ല. ഇനി എന്താണ് താങ്കൾ ഇന്ന് പറഞ്ഞിരിക്കുന്നത്? നോക്കൂ, കൃഷ്ണകുമാറിന്റെ കുടുംബത്തിൽ അദ്ദേഹത്തിന്റെ ഭാര്യയും ഭാര്യാപിതാവും ഭാര്യയുടെ അനിയത്തിയുമായി ബന്ധപ്പെട്ട് സിവിൽ കേസ് ഉണ്ടായി, സ്വത്ത് കേസായിരുന്നു. അതുമായി ബന്ധപ്പെട്ട് കൃഷ്ണകുമാറിന്റെ വീട്ടിൽ വന്ന് ആ സ്ത്രീ ചില നാടകങ്ങൾ ഉണ്ടാക്കി. അതിന് കൗണ്ടർ ചെയ്യാൻ ഈ സിവിൽ കേസിനോടൊപ്പം അവർ അതിനൊരു ഡൊമസ്റ്റിക് വയലൻസ് കൂടി ആഡ് ചെയ്തു. കേൾക്കണം സാർ, സിവിൽ കേസിന് ബലം നൽകാൻ ഡൊമസ്റ്റിക് വയലൻസ് കൂടി അവർ ആഡ് ചെയ്തു. അതിന്റെ വിധി ആണ് ഇന്ന് കൃഷ്ണകുമാർ പത്രസമ്മേളനത്തിൽ വളരെ കൃത്യമായിട്ട് പറഞ്ഞു. ഇനി അതിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിൽ താങ്കൾ ഒരു കാര്യം ചെയ്യൂ. താങ്കൾക്കും സതീശനും പറ്റിയ ഒരു അബദ്ധം, ഭാരതീയ ജനതാ പാർട്ടിയിൽ ഒരു കസേര കിട്ടാതെയാണ് താൻ പുറത്തു പോയത് എന്ന് പറഞ്ഞ് ഞങ്ങൾ അയാളെ അപമാനിക്കാൻ ശ്രമിച്ചിട്ടില്ല. അദ്ദേഹം എന്തിനാണ് പുറത്തു പോയത് എന്ന്. അദ്ദേഹം BJPക്ക് അകത്തുനിന്നുണ്ടാക്കിയ ഒരു കുത്തിത്തിരിപ്പ് അദ്ദേഹത്തിന് കച്ചുപിടിക്കാൻ കഴിയാത്തപ്പോ അദ്ദേഹം പുറത്തു വന്ന് സതീശനെ പറ്റിച്ചു. സതീശന്റെ ഇന്നത്തെ പത്രസമ്മേളനം തൗഫീഖ് കേട്ടിട്ടുണ്ടാവുമല്ലോ. ഈ ആരോപണം അദ്ദേഹം അവിടെ ആവർത്തിച്ചിരുന്നു. തൗഫീഖ്, എന്തുകൊണ്ടാണ് ഇന്നലെ ആവേശത്തോടെ BJPയുടെ ഓഫീസിലേക്ക് അനിൽ ചന്ദ്രശേഖരന്റെ വീട്ടിലേക്ക് കാളയെ കൊണ്ട് എഴുന്നള്ളിപ്പ് നടത്തുമെന്ന് പറഞ്ഞ സതീശൻ ആ ആരോപണം ഇന്ന് ആവർത്തിച്ചിട്ടില്ലാത്തത് എന്താണെന്ന് താങ്കളൊന്ന് ആലോചിക്കൂ. ഒരു പക്ഷെ ചർച്ചയിൽ വന്ന് വാദം ജയിക്കാൻ നിങ്ങൾ ഇവിടെ പിടിച്ചു നിൽക്കാം, പക്ഷെ അത് അധികകാലം മുന്നോട്ട് പോവില്ല. താങ്കൾ ഒരു കാര്യം കൂടി ചൂണ്ടിക്കാണിക്കട്ടെ, ഇവിടെ പൊളിഞ്ഞു വീഴുന്നത് കോൺഗ്രസിന്റെ പൊയ്മുഖമാണ്. ആദ്യം VD സതീശൻ എന്താ പറഞ്ഞത്? അദ്ദേഹം സ്ത്രീപക്ഷവാദിയാണ്. കോൺഗ്രസ് ഒരു ജനാധിപത്യ മതേതര മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന പാർട്ടിയാണ്. അതേ സതീശൻ പിറ്റേന്ന് പറയാണ്, ഹൃദയവേദനയോടെയാണ് ഞാൻ രാഹുലിനെതിരായി നടപടിയെടുക്കുന്നത്. എന്ത് ഹൃദയവേദനയാണ് രാഹുലിനെ നടപടിയെടുക്കുമ്പോൾ അദ്ദേഹത്തിന് ഉണ്ടായത്? ഒരു പെൺകുട്ടി, അവരുടെ മൊഴി പുറത്തു വന്നിരിക്കുന്നു, ഗർഭിണിയാക്കപ്പെട്ട ഒരു സ്ത്രീ. നിങ്ങൾക്കറിയാലോ, നൈമിഷികമായിട്ട് ഒരു പുരുഷന് സംഭവിച്ചു പോയ ഒരു അബദ്ധമൊക്കെ ആവാം, പക്ഷെ രാഹുലിന്റെ കാര്യത്തിൽ അങ്ങനെയാണോ? സീരീസ് ഓഫ് ആക്ഷൻസ്, ഒരബദ്ധമല്ല, നിരവധി അബദ്ധങ്ങൾക്കൊപ്പം അദ്ദേഹം ഒരു തെറ്റ് ചെയ്തു. ആ സ്ത്രീയോട് അവൾ ഗർഭിണിയാക്കി പോകട്ടെ, പിന്നീട് അവളോട് എന്താ പറഞ്ഞത്? നിന്നെ കൊല്ലാൻ എനിക്ക് ഒരു നിമിഷം മതി. തൗഫീഖ്, ഒരു പെൺകുട്ടിയോട് നിന്നെ കൊല്ലാൻ എനിക്ക് ഒരു നിമിഷം മതി, അത് ഭീഷണിയല്ലേ? രണ്ടാമത്തെ തെറ്റ്. അവിടെയും അവൾ വഴങ്ങുന്നില്ലെന്ന് കണ്ടപ്പോൾ എന്താ പറഞ്ഞത്? അവൻ ഭീഷണിപ്പെട്ടാൽ ഞാൻ ആത്മഹത്യ ചെയ്യും. ഇനി ഈ കാലക്കുറിച്ച് ഒരു കാര്യം താങ്കളോട് ഞാൻ ഉറക്കെ പറയും. ഇപ്പൊ താങ്കൾ തന്നെ പറഞ്ഞു, ഒരു പത്രവാർത്ത അടിസ്ഥാനത്തിൽ ഒരു പൊതുപ്രവർത്തകന് നിരക്കാതെ ചില ഇടപെടലുകൾ ഉണ്ടായ നിങ്ങൾക്ക് ബോധ്യപ്പെട്ടു, അതല്ല നടപടി. നിങ്ങളും സാർ ഈ പൊതുസമൂഹത്തിന്റെ ഭാഗമല്ലേ? എനിക്ക് ബോധ്യപ്പെട്ട ഒരു കാര്യം മറ്റുള്ളവർക്ക് ബോധ്യപ്പെട്ടു എന്ന് ഞാൻ ധരിക്കണ്ടേ? അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്, അദ്ദേഹത്തെ രാജിവെപ്പിക്കേണ്ടത് മറ്റു നിങ്ങളുടെ ആഭ്യന്തര പ്രശ്നം. നിങ്ങൾക്ക് ഏത് ക്രിമിനലിനെയും ഏത് കുറ്റവാളിയെയും ഇല്ലാത്തവരെയും ഒക്കെ നിങ്ങളുടെ നേതാവാക്ക് നിങ്ങളുടെ ആഭ്യന്തര കാര്യമാണ്, നിങ്ങളുടെ സ്വകാര്യ വിഷയമാണ് സാർ അത്. പക്ഷേ പൊതു രംഗത്തുള്ള ഒരാളാണ് MLA എന്ന് പറയുന്നത്, അദ്ദേഹം ഇതിന് അതീതനാവണ്ടേ? ഇത് നിങ്ങൾക്ക് ബോധ്യപ്പെട്ട ഒരു കാര്യം സമൂഹത്തിന് ബോധ്യപ്പെടേണ്ട എന്ന് പറയുന്നത് എന്ത് ധാർമ്മികതയാണ് സാർ ഉള്ളത്? ഇദ്ദേഹത്തിന്റെ ചരിത്രം ഞാൻ വീണ്ടും ചോദിക്കുന്നു. അഴിമറിയും ലൈംഗിക രാഷ്ട്രീയ പ്രവർത്തകന്മാർക്ക് രാഷ്ട്രീയ കേസുകൾ ഉണ്ടാകുന്നത് തൈഫിക്കാൻ സാധാരണയാണ്. തെരഞ്ഞെടുപ്പിന് മുമ്പ് കേസ് കൊടുക്കുമ്പോൾ നമുക്കറിയാം, മാർച്ച് നടത്തി പോലീസുമായിട്ട് അതിക്രമം ഉണ്ടാക്കി, കേസുകൾ എന്തൊക്കെയാണ്? യൂത്ത് കോൺഗ്രസിന്റെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് അദ്ദേഹം വ്യാജ ഐഡന്റിറ്റി കാർഡ് ഉണ്ടാക്കി. നോക്കൂ, നേരത്തെ അദ്ദേഹം പറഞ്ഞത് എന്താണ്? എന്നെ വിളിപ്പിച്ചത് മൊഴിയെടുക്കാനാണ്, കുറ്റവാളിയായിട്ടല്ല. ഞങ്ങൾ വിശ്വസിച്ചു, എനിക്ക് നെഞ്ചുവേദന വരും. പക്ഷെ ഇന്ന് പുറത്തുനിന്ന് പറയുന്നതാണ്, ആ കൂട്ടത്തിൽ അറസ്റ്റ് ചെയ്ത 4 പേർ അവർ കൃത്യമായിട്ട് പറയുന്നു അതിനകത്ത് ഇദ്ദേഹത്തിന് പങ്ക് സംശയാതീതമാണ്. ഇന്ന് അദ്ദേഹത്തെ വിളിപ്പിച്ചിരിക്കുന്നു, തെളിവെടുക്കുന്നതിന് വേണ്ടിയുള്ള നോട്ടീസ് കൊടുത്തിരിക്കുന്നു. അദ്ദേഹത്തിന്റെ ഐഫോൺ അതിനകത്തിരിക്കുന്ന ചാറ്റുകൾ റീൽ ചെയ്യപ്പെട്ടിരിക്കുന്നു, അല്ലെങ്കിൽ അത് പറഞ്ഞിരിക്കുന്നു, ഉറപ്പുവരുത്തേണ്ടതുണ്ട്. ഇതൊരു ക്രിമിനൽ ഒഫൻസ് അല്ലേ സാർ? ഇതൊരു രാഷ്ട്രീയ വിഷയമാണോ? വ്യാജ ID കാർഡ് ഉണ്ടാക്കി കൂട്ടമായി
സ്വന്തം പാർട്ടിയുടെ അധികാരം പിടിച്ചെടുക്കാൻ വേണ്ടി പ്രവർത്തനം നടത്തിയ ഒരാൾക്ക് VD സതീശന്റെയും റാഫിയുടെയും ഷാഫിയുടെയും പിന്തുണയില്ലേ? എന്തുകൊണ്ടാണ് നിങ്ങൾ ഇദ്ദേഹത്തെ ഭയക്കുന്നത്? എന്തുകൊണ്ടാണ് മറ്റു കോൺഗ്രസുകാർക്കില്ലാത്ത ഒരു പ്രിവിലേജ് ഇദ്ദേഹത്തിന് കൊടുക്കുന്നത്? ഒരുപക്ഷെ രാഹുലിന്റെ വായ അത് തുറന്നാൽ പുറത്തു വരുന്നത് VD സതീശന്റെയും മറ്റു പലരുടെയും പൊതുജീവിതത്തെ ബാധിക്കുമോ? ഇല്ലെങ്കിൽ എന്തിനാണ് മനോവേദനയോടെ പുറത്താക്കുന്നത്? ഇത്ര ക്രിമിനൽ മൈൻഡുള്ള വ്യാജരേഖയുണ്ടാക്കിയ നിരവധി സ്ത്രീകളെ, അതും ട്രാൻസ്ജെൻഡർ ഉൾപ്പെടെ, അവരൊന്ന് പരസ്യമായിട്ട് പറഞ്ഞില്ലേ? അവരുടെ മൊഴി സമൂഹ മധ്യത്തിലില്ലേ? ഇതൊക്കെ തീർന്നോക്കിക്ക് ഒറ്റ വാക്ക് രാഹുൽ പറയട്ടെ, ഇതെന്റെ മൊഴിയല്ല, ഇതെന്റെ ശബ്ദമല്ല ഈ ഓഡിയോയിൽ പുറത്തു വന്നിരിക്കുന്നത്. ഈ കുട്ടിയെ ഗർഭിണിയാക്കിയെന്ന് പറയുന്ന ആരോപിക്കുന്ന അവളോട് എന്റെ സ്വരമല്ല. ഒരു നിസ്സാരമായ ഡിജിറ്റൽ പരിശോധനയിലൂടെ രാഹുലിന്റെ സ്വരമാണോ അല്ലയോ എന്ന് ബോധ്യമാവല്ലോ. എന്തുകൊണ്ടാണ് രാഹുലോ കോൺഗ്രസിന്റെ നേതാക്കന്മാരോ നിഷേധിക്കാത്തത്? താങ്കൾ പറഞ്ഞു CJP എന്ന്. സർ, ഇന്ത്യ രാജ്യത്ത് ഒരു മുന്നണിയേ ഉള്ളൂ, BJPയുടെ NDA മുന്നണി, നിങ്ങളുടെ NDA മുന്നണി. നിങ്ങൾ ഏതെങ്കിലും ഒരു സമരം ചെയ്ത് കേരളത്തിലെ പിണറായി വിജയനെ പുറത്താക്കാൻ ആത്മാർത്ഥമായി ചെയ്യാൻ നിങ്ങൾക്ക് പറ്റുമോ? ആ സമയത്ത് നിങ്ങൾക്ക് ഡൽഹിയിൽ നിന്നും രാഹുൽ ഗാന്ധിയുടെ ഫോൺ വരും. കാരണം ഇന്ത്യ രാജ്യത്ത് അവശേഷിക്കുന്ന അപൂർവം പ്രതിപക്ഷങ്ങളിൽ ഒന്നാണ് കേരളം. അത് താഴെ ഇടാൻ നിങ്ങൾ അനുവദിക്കില്ല. നിങ്ങളും അവരും തമ്മിൽ ഇത് മാത്രമല്ല, നിരവധി അഡ്ജസ്റ്റ്മെന്റ്. ആ ചർച്ചയുടെ തലം മാറിപ്പോകുന്നതുകൊണ്ട് ഞാൻ അങ്ങോട്ട് കിടക്കുന്നില്ല. രണ്ടാമത് നിങ്ങൾ ഒരു കാര്യം കൂടി പറഞ്ഞു, കോൺഗ്രസ് ഐകകണ്ഠ്യേനയാണ് നടപടിയെടുത്തത്. സർ, ഉമ തോമസ് പറയുന്നു അവർക്കെതിരായി സൈബർ ആക്രമണം ഉണ്ടായി. വിശ്വസിക്കുമോ? രമ പറയുന്നു ഒരു കോൺഗ്രസ് CPM BJPക്കാരും സൈബർ ആക്രമണം ഉണ്ടാകുന്ന നമുക്ക് മനസ്സിലാക്കാം. ഇവിടെ മുരളീധരൻ പറഞ്ഞതിന് വിഭിന്നമായി, കോൺഗ്രസ് നേതാക്കന്മാർക്ക് പറഞ്ഞതിന് വിഭിന്നമായി, സണ്ണി ജോസഫ് പോലും പറഞ്ഞതിന് വിഭിന്നമായിട്ട് ഷാഫിക്ക് നിലപാടെടുക്കാനും ഇവരെയൊക്കെ വരിയിൽ നിർത്താനും എന്തോ ബോംബുകൾ ഇവരുടെ കയ്യിലുണ്ടോ? ഒറ്റ അബദ്ധമേ നിങ്ങൾക്ക് പറ്റിയിട്ടുള്ളൂ. BJP ഞങ്ങൾ നടപടിയെടുത്ത ഒരാൾക്ക് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. സ്വന്തം തൃശ്ശൂരുകാർ പറയുന്നു അങ്ങോട്ട് വരാമെന്ന്. എന്റെ സുഹൃത്തൊക്കെ തന്നെ അദ്ദേഹം. നിങ്ങൾക്ക് പറ്റിയ അബദ്ധം ഇത്തരത്തിലുള്ള ഇത് പറയുന്നറിയോ, അസത്യത്തെ കൂടുപിടിച്ചുകൊണ്ട് അധികകാലം പൊതുമണ്ഡലത്തിൽ വിജയിക്കാൻ നിങ്ങൾക്ക് സാധിക്കില്ല മിസ്റ്റർ തൗഫീഖ്. ഇവിടെ ഒഴിഞ്ഞു വീണത് നിങ്ങളുടെ പ്രതിപക്ഷ നേതാവിന്റെ ബോയുകമാണ്. അങ്ങനെ ഇവിടെ ഒറ്റ കഴിവുള്ളൂ. ഇന്ന് ഇദ്ദേഹം ഇങ്ങനെ വെട്ടിയിറക്കാൻ കാരണം കൂടി ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ ഓർമ്മിക്കുന്നു, ഇന്നലെ ന്യൂഡൽഹിയിൽ വെച്ചുള്ള മുസ്ലിം ലീഗിന്റെ അവരുടെ കായികമില്ലെന്ന ദേശീയ ഓഫീസിൽ വെച്ച് മുസ്ലിം ലീഗ് ഒരു കമ്മിറ്റി കൂടി. ആ കമ്മിറ്റിയിൽ KC വേണുഗോപാൽ വിളിച്ചു വരുത്തി അദ്ദേഹത്തിന് ജനന്മാ പുരസ്കാരം കൊടുത്തു. അതൊക്കെ നിങ്ങളുടെ ആഭ്യന്തര വിഷയം. അത് ചെയ്തുകൊണ്ട് സാദിഖ് അലി തങ്ങൾ പറഞ്ഞൊരു വാക്കുണ്ട്. എന്താണെന്നറിയോ? കേരളത്തെ രക്ഷിക്കാൻ താങ്കൾ കേരളത്തിന്റെ ചുമതല ഏറ്റെടുക്കണം എന്ന് പറഞ്ഞ അതിന്റെ അർത്ഥം എന്താ തൗഫീഖേ?